ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ഉള്ള ഒരു വ്യക്തികൾക്കാണെങ്കിൽ അവർ നല്ല രീതിയിൽ സ്ട്രെസ്സ് കുറയാണ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സ് കുറയുമ്പോൾ എന്താ വെച്ചാൽ അവരിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടും, നല്ലൊരു ഹെൽത്തി ലൈഫാണ് അവരിൽ ഉണ്ടാവുക. അപ്പോൾ ആളുകളുടെ ഒരു മിസ്ലീഡിങ് ഇതാണ്, റെഗുലറായിട്ട് സെക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബോഡി ഭയങ്കര വീക്കാവുന്നു. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു കപ്പിൾസ്, നല്ലൊരു റിലേഷനൊക്കെ ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ അവർ റെഗുലർ സെക്സ് ഉണ്ടെങ്കിൽ അവരുടെ ബോണ്ടിങ്ങും കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പല പേഷ്യൻസും നമ്മുടെ ഒപ്പിൽ വന്ന് ചോദിക്കുന്ന കാര്യമാണ്, ഡോക്ടറെ എത്ര തവണ വേണം സെക്സ്, ആഴ്ചയിൽ എത്ര തവണ വേണം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര തവണ വേണം, എനിക്ക് ഇത്ര സമയം ഉണ്ടാകുന്നുള്ളൂ, എനിക്ക് ആഴ്ചയിൽ ഒരു തവണയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാസത്തിൽ 1-2 തവണയുള്ളൂ, അത് നോർമൽ ആണോ ഡോക്ടറെ എന്ന് ചോദിച്ച് പല പേഷ്യൻസും നമ്മളെടുത്ത് വരാറുണ്ട് ഒപ്പിൽ. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്താ വെച്ചാൽ, ഇതിനൊരു കറക്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. നിങ്ങൾ പാർട്ട്നേഴ്സാണ്, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങളുടെ നീഡാണ്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, ഒരു ഭാര്യയാണെങ്കിലും ഒരു ഭർത്താവാണെങ്കിലും നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചാണ് സെക്സ് സംഭവിക്കേണ്ടത്. അല്ലാതെ മുൻകൂട്ടി നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഒരു സെക്ഷൽ ലൈഫിൽ നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത പോലെ ഇന്ന സമയത്ത് സംഭവിക്കണം, ഇത്ര തവണ വേണം, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവർ ബെഡ്റൂമിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ഇൻറ്റിമസി വരുമ്പോൾ അവർ പോലും അറിയാണ്ട് സംഭവിക്കുന്ന ഒന്നാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതിന് കറക്റ്റ് ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതിപ്പോൾ വീക്ക്ലി 2 ടൈംസ് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഉണ്ട് എന്ന് കരുതിയിട്ട് ഇഫ് ദേ ആർ കംഫർട്ടബിൾ ഇറ്റ്സ് ഓക്കെ, അത് നോർമലാണ്. പക്ഷേ പക്ഷെ ചില കേസസിൽ വരുന്നത് എന്താ വെച്ചാൽ ചില മ്യൂച്വൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ചില പാർട്ട്നേഴ്സിന് അതൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ഡെയിലി സെക്സ് എന്ന് പറയുമ്പോൾ അത് പാർട്ട്ണർക്ക് അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണർ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ എന്താ പറയുക, ഈ ഒരു ഡെയിലി സെക്സ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, അതിനകത്ത് തന്നെ വരുന്നൊരു ഇതെന്താ വെച്ചാൽ പലപ്പോഴും അവർ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും ഇതിൽ ഇത്തരത്തിലുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഇങ്ങനെ പറയണ്ടായി, ഡോക്ടറെ എനിക്ക് പലപ്പോഴും ഉറക്കം തീരെ ശരിയാവാറില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ധാരണ എന്താ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒരു റെഗുലർ സെക്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലാണ്. കാരണം അവർ ഈ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് കേട്ടിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വൈഫ് പറയണ്ടായി, അല്ല ഡോക്ടർ എനിക്ക് സത്യത്തിൽ ആരോഗ്യപരമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ആണ് അവർ ഇത്തരത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിനാലാണ് അവർക്ക് പാർട്ട്ണറുടെ ഈ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാതെ പോയത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, ഫ്രണ്ട്സുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, ഇത് ഇപ്പോൾ ഡെയിലി വേണമെന്നുള്ളത് ഒരു സംഭവം. അവർ ഇവിടെ മെയിനായിട്ട് അടുത്ത് വരുന്ന ഒരു മിത്താണ് ഈ സെക്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ഉദ്ദേശിക്കുക പുരുഷന്മാർക്ക് മാത്രമാണ് സെക്സ് എന്ന്. അവിടെ ഒരു മെയിൽ ഡോമിനൻസ് കയറി വരുന്നത്. ഈ ഒരു ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ മാത്രം കുത്തകയാണ്, അതിൽ സ്ത്രീകൾക്ക് ഒരു റോളും ഇല്ല, അതിൽ സ്ത്രീകൾ ജസ്റ്റ് അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇത് നമ്മുടെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു സംഭവമാണ് സെക്സ് എന്ന് പറഞ്ഞാൽ പുരുഷന് മാത്രം അവകാശപ്പെട്ടതാണ്, സ്ത്രീകൾക്ക് അതിലൊരു റോളും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലുള്ള മെയിൻ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള സെക്ഷൽ ഫാന്റസീസ് ഉണ്ട്, ഓരോ പൊസിഷൻസുകൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. പക്ഷെ പല സ്ത്രീകളും അത് പറയാൻ പേടിക്കുന്നുണ്ട്. ആ പേടി അല്ലെങ്കിൽ മടിക്കുക അല്ലെങ്കിൽ നാണൊക്കെ വരുന്നത് അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരു സ്പേസ് എല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. എന്തും ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ള ഒരു സ്പേസ്, ഒരു ഫ്രീഡം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സെക്ഷൽ ലൈഫ് ഭയങ്കര രസമായിരിക്കും. അപ്പൊ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു മെയിൽ ഡോമിനൻസ് ഫീമെയിൽസിനൊരു ഇതിലൊരു റോൾ ഇല്ല എന്ന് പറയുന്നത് ഒരു മിത്താണ്. ഫീമെയിൽസിനും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ഫീമെയിൽസിന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ഈ സെക്ഷൽ ഡിസയർ കുറയാനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അവരിൽ ഹോർമോണൽ ഇംബാലൻസ് ഒരു പ്രധാന ഘടകമാണ്. ചിലപ്പോൾ ഈ പ്രഗ്നൻസിയുടെ പീരീഡ്, അതുപോലെ മെനോപോസൽ ടൈമിൽ, അതായത് തന്നെ ചിലപ്പം ഈ തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങൾ, PCOD ഒക്കെ ഉള്ള വ്യക്തികൾ മൂഡ് സ്വിങ്സുകളൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ അവരിൽ സെക്ഷൽ ഡിസയർ കുറയും. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് അവരിൽ ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാതെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ സെക്ഷൽ ഡിസയർ സ്ത്രീകളിൽ എപ്പോഴും ആൾവേസ് ലെസ് എന്നല്ല അതിനർത്ഥം. സ്ത്രീകൾക്കും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ സെക്ഷൽ ഡിസയർ ഉണ്ട്. അവർ പ്രോപ്പർലി അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മുടെ ഒ പിയിലൊക്കെ വരുമ്പോൾ തന്നെ സ്ത്രീകൾ പറയാറുണ്ട്,
ഡോക്ടറെ കല്യാണം കഴിഞ്ഞിട്ട് പല വർഷങ്ങളായി ഞങ്ങൾക്ക് ഇതുവരെ ഓർഗാസ് എന്താണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അതിലെപ്പോഴും ഡോക്ടർ പറഞ്ഞ ഒരു ഇതാണ്, മെയിൽസിനാണ് ഡൊമിനൻസി, അല്ലെങ്കിൽ ഈ സെക്സ് എന്ന് പറയുന്നത് മെയിലിന് മാത്രമുള്ള ഒരു കാര്യമല്ലേ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത്. അപ്പം ഇതുവരെ ഡോക്ടറുടെ വീഡിയോ കണ്ടപ്പോഴാണ് സ്ത്രീകൾക്കും ഇത്തരത്തിലൊരു എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് എന്താണ് ഇത് എന്നുള്ളത് അവർ ചോദിക്കാറുണ്ട്. അപ്പം മെയിൽസിനെ സംബന്ധിച്ചിട്ട് മെയിൽ ഡൊമിനൻസി മാത്രമല്ല, സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നും ഇമോഷണൽ ബോണ്ടിങ് പ്രത്യേകിച്ചാണ്. കാരണം ഒരിക്കലും ഒരു ബെഡ്റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോഴല്ല ഒരു സെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു നമ്മളിപ്പോൾ ഒരു കിച്ചണിൽ നമ്മൾ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഫീമെയിൽസ് ഒരു സെക്സിനെ എപ്പോഴും ഏറ്റവും മാനസികമായിട്ട് തയ്യാറെടുക്കുന്നത്. ആളുകൾക്കൊരു മിഥ്യാധാരണ ഉണ്ട്, സെക്സ് എന്ന് പറയുന്നത് ബെഡ്റൂമിൽ മാത്രമാണ്. പലപ്പോഴും സ്ത്രീ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ഒന്ന് അവരൊന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ അവരോടുള്ള നിമിഷങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് സ്ത്രീ കുറച്ചും കൂടി ആക്റ്റീവ് ആവുക ഇത്തരത്തിലുള്ള സെക്ഷൽ മാറ്റേഴ്സിൽ. ഇനി അതുപോലെ തന്നെ വേറൊരു മിത്താണ് ഡോക്ടർ, ഈ പോൺ വീഡിയോസുകൾ കണ്ടിട്ട് ആളുകൾ വിചാരിക്കാറുണ്ട് അതാണ് റിയാലിറ്റി എന്നുള്ളത്. പോൺ എന്ന് പറയുന്നത് ഒരു എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടാണ് ആളുകൾ അതിനകത്ത് അഭിനയിക്കുന്നതും അതുപോലെ തന്നെ അതിനകത്തുള്ള വീഡിയോസുകളൊക്കെ കണ്ടിട്ടാണ് ഒരു സ്ക്രിപ്റ്റഡ് സംഭവത്തിനനുസരിച്ചിട്ടാണ് ആൾക്കാർ. അപ്പോൾ ആളുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻസ് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ആളുകൾ എന്താ വെച്ചാൽ ഈ പോൺ വീഡിയോസിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ മാത്രമല്ല, അവരുടെ ഒരു ഫാൻറ്റസി എന്താ വെച്ചാൽ ഈ പോൺ വീഡിയോസിൽ കാണുന്ന നടി പോലെയാണ് ഒരു സ്ത്രീയുടെ ശരീരപ്രകൃതി, അല്ലെങ്കിൽ അതുപോലെയാണ് എന്താ സെക്സ് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ പോൺ വീഡിയോസിനെ കണ്ട് അഡിക്ഷൻസ് എന്നല്ല, അതിനുള്ള എക്സ്പെക്ടേഷൻസോട് കൂടി ഒരു ബെഡ്റൂമിൽ ചെല്ലുമ്പം അവരിൽ എന്താ വെച്ചാൽ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. ഞാൻ കല്യാണം കഴിച്ച വൈഫ് എന്താ ഇങ്ങനെ, അതുപോലെ ആ ഒരു നടിയെ പോലെ അല്ലല്ലോ എന്നുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. കാരണം ആ നടിയെ പോലെയല്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ലല്ലോ ഇവരുടെ ശരീരം എന്നുള്ളത് അവർ പറയാറുണ്ട്. അപ്പോൾ ഈ പോൺ അഡിക്ഷൻസ് ഒരിക്കലും പോൺ അഡിക്ഷൻസ് അല്ല, പോൺ വീഡിയോസ് ഒരിക്കലും ഒരു റിയാലിറ്റി അല്ല അത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പം നമ്മുടെ ഒരു റിയൽ ലൈഫായിട്ട് അതിനെ ഒരിക്കലും അത് മാച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഈ പോൺ വീഡിയോസ് കണ്ടിട്ട് ഇതാണ് നോർമൽ സെക്സ് എന്ന് മനസ്സിലാക്കി അവരൊരു ദാമ്പത്യ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ ഒരു മറൈറ്റൽ ലൈഫിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവർ കരുതി വെച്ച പോലെ ആവില്ല, മുന്നേ പോൺ വീഡിയോസിൽ കണ്ട പോലെ ആവില്ല അവരുടെ റിയൽ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവർ കരുതുന്നത് എന്താ വെച്ചാൽ ഞാനൊരു പരാജയമായിട്ട് മാറിയോ, എൻ്റെ സെക്ഷൽ ലൈഫ് ഒരു പരാജയമായോ, എനിക്കൊന്നിനും ചെയ്യാൻ പറ്റുന്നില്ലേ, ഞാൻ ഭാര്യയുടെ മുന്നിൽ ആകെ നാണം കെട്ടുപോയോ എന്നുള്ളൊരു ഫീൽ അവർക്ക് വരും. ആ ഒരു ഇത് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കാനും പിന്നീട് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഡൈവോഴ്സിലേക്ക് വരെ എത്തുന്ന കേസസ് നമ്മൾ നമ്മുടെ ഒപിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ, ആ പോൺ വീഡിയോസിൽ കാണുന്ന സംഭവങ്ങൾ പക്ക ഫാബ്രിക്കേറ്റഡ് ആണ്, അതൊരു സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഇന്നത്തെ ജനറേഷന് എന്തായാലും നൽകിയിട്ടുണ്ടായിരിക്കാം. നമ്മൾ പോൺ വീഡിയോ കാണരുത് എന്ന് പറയുന്നത് റെസ്ട്രിക്ട് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല, പക്ഷേ അതിൽ എന്താണ് നോർമൽ എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യുന്നതിലാണ് കാര്യം, അല്ലാതെ റെസ്ട്രിക്ഷൻ ഒന്നിനും ഒരു വഴിയല്ല. അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ഒരു പോൺ വീഡിയോനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.